ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു ചായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കിഡ്സിൻ്റെ സ്കേർട്ടും ടോപ്പും ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കേർട്ടും ടോപ്പും ചെയ്യുമോയെന്ന്. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് വീഡിയോ ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഫുൾ മെഷർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫിഗറൊക്കെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലെന്ന് ഓർത്തിട്ടാണ് കേട്ടോ എപ്പോഴും പറയുന്നത്. ഈ ഫിഗർ വരച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഞാനത് ഓൾറെഡി വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സിൽ 3 to 4 ഇയേഴ്സ് വരെ ഉള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. ഞാനിവിടെ ഈ ഒരു സൈസിലുള്ളതാണ് പറയുന്നത്. അപ്പോൾ 24 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 to 4 ഇയർ വരെയുള്ള കുട്ടികൾക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ 24 നമ്മളതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6 കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ലൂസ് ചേർക്കണം. നമുക്ക് സീം അലവൻസും ലൂസും കൂടെ വേണം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. എനിക്ക് കമൻസ് വരാറുണ്ട് ലൂസ് വേണ്ടേന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം. ഞാൻ ആ കറക്റ്റ് സൈസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 7 എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഓൾറെഡി ഇച്ചിരി ലൂസ് ഉണ്ടാകും. ഈ ഒരു സൈസ് ഞാനിപ്പോൾ മെഷർമെൻറ്റ്സ് എഴുതിയിട്ടുള്ളത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണെന്ന് ടേപ്പ് വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇനി വേസ്റ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വേസ്റ്റ് ഒരു 28 വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ചെസ്റ്റ് ചെയ്തതുപോലെ തന്നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ കൂടെ സീമും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മേളിൽ ചെസ്റ്റ് 7 എഴുതിയില്ലല്ലേ, ചെസ്റ്റ് 7 എഴുതി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഇനി വേസ്റ്റാണ്. വേസ്റ്റ് 8. അപ്പോൾ വേസ്റ്റ് എവിടെ നമ്മൾ മാർക്ക് ചെയ്യുക? ഇവിടെ ആയിട്ട് 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടെ വരെ. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മൾ ഷോൾഡറാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഷോൾഡർ ഒരു 5 ഇഞ്ചാണ് വേണ്ടി വരുന്നത്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഇവിടെ ആയിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ആ ഒരു വാല്യൂ ആണ് 5 ഇഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത്. ഇനി ഷോൾഡർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ആം ഹോളാണ്. ആം ഹോള് ഒരു 4.5 ഇഞ്ച് എടുത്താൽ മതി. ഷോൾഡറിൻ്റെ സെയിം വാല്യൂ 5 ഇഞ്ച് തന്നെ എടുക്കുമെന്ന് വേണ്ട. അപ്പോൾ ലൂസായി പോവും. അപ്പോൾ അവിടെ ചുരുക്ക് വരും. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കുക, ആം ഹോളും ഷോൾഡറും എപ്പോഴും ഒരുപോലെ തന്നെ വരണമെന്നില്ല. ഓക്കെ, അത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുവേ. ഇനി നെക്കിൻ്റെ വിട്ത്ത് ഒരു 2 ഇഞ്ച് എടുത്താൽ മതി. ഒരുപാടൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലന്ന് പോകും, കുട്ടികളല്ലേ. അപ്പോൾ 2 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്കിൻ്റെ ഡെപ്താണ്. നെക്കിൻ്റെ ഡെപ്ത്ത് ഫ്രണ്ടും പറയുന്നുണ്ട്, ബാക്കും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ എടുക്കുന്ന നെക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടും അതിൻ്റെ കൂടെ തന്നെ ബാക്കും പറയുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഒരു 3 ഇഞ്ച് എടുത്താൽ മതിയായിരിക്കും. കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ ഒരു 3 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ വരുന്നത് ബാക്കാണ്. ബാക്ക് ഒരു 2 or 2.5 എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എത്ര വരെ ഇറങ്ങണം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തത് മാർക്ക് ചെയ്യുവാണ് 3 ഇഞ്ച്. ഫ്രണ്ട് നെക്കിൻ്റെ ഇതാണ് കേട്ടോ, ഈ ഒരു ലൈനാണ്. ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെയാണ് അതിൻ്റെ ഇറക്കം വരുന്നത്. മറ്റേത് അപ്പുറത്തെ സൈഡിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്ക് കഴിഞ്ഞു. ഇനി ടോപ്പിൻ്റെ ലെങ്താണ്. പക്ഷെ ഞാൻ എഴുതിയപ്പോൾ യോക്കെന്നായിപ്പോയി. അത് ഞാൻ വെട്ടിത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനത് വേഗം എഴുതിയപ്പോൾ എപ്പോഴും യോക്ക് പോർഷൻ്റെ ചെയ്യുന്നത് കൊണ്ടിട്ട് പെട്ടെന്ന് അങ്ങനെയാണ് വന്നത്. ടോപ്പാണ് കേട്ടോ, ടോപ്പിൻ്റെ ലെങ്താണ്. ടോപ്പിൻ്റെ ലെങ്ത് ഒരു 12 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഹൈറ്റിന് ഡിഫറൻസ് ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വരെ വേണം ക്രോപ്പ് ടോപ്പായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ഇറക്കം നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് സ്കേർട്ടിൻ്റെ പോർഷനിലേയും കൂടെ മെഷർമെൻറ്റ് എഴുതിയേക്കാവേ. എന്നിട്ട് ഞാനത് കാണിച്ചു തരാം. സ്കേർട്ടിൻ്റെ ലെങ്തും കൂടെ ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. സ്കേർട്ടിൻ്റെ ലെങ്ത് വരുന്നത് ഒരു 16 ഇഞ്ച് നമുക്ക് എടുക്കാം. ഓക്കെ, 16 എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ. തട്ടി വീഴുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും എടുക്കണ്ട. നിങ്ങൾ നോക്കിയിട്ട് ഇറക്കം എത്ര വരും അതിൻ്റെ കൂടെ സീമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം അത് എടുത്താൽ മതി. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് കേട്ടോ ടോപ്പ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ടോപ്പിൻ്റെ ആ ഒരു പോർഷനാണ് ഞാനിവിടെ ആരോ ഇട്ട് കൊടുക്കുന്നത്. ഇത് സ്കേർട്ടിൻ്റെ പോർഷൻ.
മനസ്സിലായല്ലോ. സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് 12 ഇഞ്ച് നമ്മൾ പറഞ്ഞു. ഇവിടുന്ന് ഇവിടെ വരെയാണ് 12 ഇഞ്ച്. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത് അത് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വേസ്റ്റ് അളവില്ലേ, അതിനെ നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കുമല്ലോ വേസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ അളവും ടോപ്പിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ പോർഷനാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ ആ ഒരു വേസ്റ്റ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം, അവിടെ എത്ര വെച്ച് കട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ ഞാനത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറയാം. റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് അളവിനെ 6.28 വെച്ച് ഡിവൈഡ് ചെയ്യും. ഈ 6.28 എവിടെ നിന്ന് വന്നു എന്ന് ഡൗട്ടുള്ളവർക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് തന്നെ നോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നും അതെങ്ങനെ കിട്ടിയെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. വേസ്റ്റ് 28 അതിന് 6.28 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.2 ആണ് കിട്ടുന്നത്. പിന്നെ സ്കേർട്ട് ആയതുകൊണ്ടും നമ്മൾ യോക്കായിട്ട് അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ടും അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലൂസിന് വേണ്ടിയിട്ടും നമ്മളിപ്പോൾ കെട്ടുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സീം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ഒരു ഇഞ്ച് എന്തെങ്കിലും കൂടുതൽ കൊടുത്താൽ മതി. ഓക്കെ, ഞാനിവിടെ 5 ആണ് കേട്ടോ എടുക്കുന്നത്, 5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 5 എടുക്കും, ഇങ്ങോട്ടേക്ക് 5 എടുക്കും. അതേപോലെ തന്നെ സെൻറ്ററിലേക്കും കൂടെ ഈ 5 എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു കർവ് വരയ്ക്കുന്നത്. ഇങ്ങോട്ടും കൂടെ 5 എടുത്തിട്ട് നമ്മളത് യോജിപ്പിച്ച് കൊടുത്തിട്ടാണ് കർവ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ കർവിൽ നിന്ന് വേണം നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 16 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ കർവിൽ നിന്ന് വേണം വരയ്ക്കാൻ. ഒരിക്കലും മേളിൽ നിന്ന് വരയ്ക്കരുത്, അപ്പോൾ നമുക്ക് ഇറക്കം കിട്ടത്തില്ല, 5 അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ ഈ കർവിൽ നിന്ന് വേണം നിങ്ങൾ 16 ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അതെല്ലാം കൂടെ ഒരു കർവാക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ടേപ്പ് വെച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ ഞാൻ സ്കെയിലാണ് ജസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ കിട്ടുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല വിരിവിൽ തന്നെ നമുക്ക് കിട്ടും. ലെങ്ത് 16 ഇഞ്ചായിരുന്നു ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ പോർഷനിൽ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്കേർട്ടിന്, അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് ഒരു 3 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ വേസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിന് അനുസരിച്ചിട്ടായിരിക്കും ലെങ്ത് വരിക. അത് ഫുള്ള് കവർ ചെയ്യാനുള്ള ആ ഒരു ലെങ്ത് വേണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിട്ടിട്ട് ബാലൻസ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് മടക്കിയൊക്കെ അടിക്കണമല്ലോ 2 എൻഡിലും. അപ്പോൾ അതിനും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 30 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം എന്ന് നോക്കിയിട്ട് സ്കേർട്ടിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് 3 to 4 ഇയർ ബേബിയുടെ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.